ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്ക്രീൻഷോട്ടുകളുടെ പെരുമഴകളായിരുന്നു. എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കാരണം നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ഒരു ചാൻസ് ഒരിക്കലും ഇല്ലായിരുന്നു ഇന്നത്തെ മാർക്കറ്റിനകത്തിൽ. ഇല്ല, എല്ലാം ക്ലിയർ ട്രെൻഡായിരുന്നു. ആ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഒരു ബിഗിനറിന് പോലും സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ, പ്രത്യേകിച്ച് ഹ്യൂജ് ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്താണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത്. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ എന്നും ട്രേഡ് എടുക്കണം എന്നുള്ളതല്ല, മറിച്ച് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ അവസരം നമ്മൾ വളരെ യൂസ്ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഈ ഓപ്ഷൻ ബൈങ്ങിന് അത് ചെയ്യാൻ പറ്റില്ല. അല്ല, എന്നും നമുക്ക് ട്രേഡ് ഇല്ല. ഇന്നൊരാൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാൾ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ശേഷം പുള്ളി എനിക്ക് അയച്ച സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് മെസ്സേജിൽ പറഞ്ഞു, സാർ ഈ വർഷം ഇനി ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു ഹ്യൂജ് പ്രോഫിറ്റാണ് പുള്ളി ഉണ്ടാക്കിയത്. മനസ്സിലായി? ഈ വർഷം ഇനിയും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളി ക്ലാസ്സിന് വരുന്നുണ്ട്. ആ ക്ലാസ്സിന് പങ്കെടുത്തതിന് ശേഷം സാർ ഇനിയും ഞാൻ ട്രേഡ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. അത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കത് മതി. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് മനസ്സിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റും. നമുക്കെപ്പോഴും നിലനിൽപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഗതി. നിലനിൽപ്പുണ്ടെങ്കിലല്ല പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ നിലനിൽക്കാനുള്ള വഴിയാണ് ആദ്യം നോക്കേണ്ടത്. അതായത് നിലത്ത് നിന്നിട്ട് വേണമല്ലോ ആയുധം പ്രയോഗിക്കുക എന്ന് പറഞ്ഞ പോലെ അഭ്യാസം കാണിക്കണമെങ്കിൽ നിലത്ത് നിൽക്കണ്ടേ. അപ്പം അതുകൊണ്ട് ആദ്യം നിലത്ത് നിൽക്കാൻ പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഗ്രൂപ്പ് കുറേ ദിവസങ്ങളായിട്ട് ഗ്രൂപ്പിൻ്റെ താഴെ ചില കമൻറ്റുകളൊക്കെ വരാറുണ്ട്. ഓക്കെ, മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണേൽ പറയാം, മാർക്കറ്റിന് മുന്നേ പറയുന്നതല്ലായിരുന്നു. ഇന്ന് മാർക്കറ്റിന് മുന്നേ തന്നെ കൃത്യമായിട്ട് ഞാൻ വരച്ച് കാണിച്ചില്ല. ഇതാ ഇവിടെ ഒരു എന്താ പറയുന്നത്, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇല്ലേ, ഇങ്ങനെയാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷൻ താഴോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനിതുപോലെ വരച്ചിട്ടു. അതിന് ശേഷമാണ് മാർക്കറ്റ് ഇത്രയും താഴെ പോയത്. അപ്പോൾ ഇനിയിപ്പം മാർക്കറ്റിന് മുന്നേ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ ആ പരിഭവം ആൾക്കാരുടെ അങ്ങ് മാറിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കിപ്പം ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതും കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമ്മുടെ കമൻറ്റിന് താഴെ പറഞ്ഞു, സാർ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ. എന്ന് ഇതന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കേണ്ട കാര്യമല്ലോ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതിന് ശേഷം ബാക്കി കാര്യങ്ങളോട് വരാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ട്രേഡിൻ്റെ കാര്യം പറയാം. ഇന്നത്തെ ട്രേഡ് എന്താണ്? റിസ്കി ട്രേഡറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വീണു ബെയറിഷാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി, മാർക്കറ്റ് ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏത് ബ്രേക്ക് ചെയ്ത് നോക്കിയിരിക്കുക. ഈ ക്യാൻഡിൽ നമ്മളിവിടെ ഇന്നലെ പറഞ്ഞു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ മാർക്കറ്റ് താഴോട്ട് വരും. കൺഫർമേഷൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു, ഇല്ലേ? അങ്ങനെ തന്നെ സംഭവിച്ചില്ല. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് നല്ലപോലെ ഒരു ഫോൾ കിട്ടി. അപ്പോൾ ഇനിയിപ്പം എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. എൻട്രി ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്? ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ, അല്ലേ? ഇത് ഞാൻ റിസ്കി ട്രേഡറിൻ്റെ കാര്യം പറഞ്ഞു, റിസ്കി ട്രേഡേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നല്ല രീതിയിൽ താഴോട്ട് വന്നപ്പോൾ തന്നെ അവർ ഓൾറെഡി പി ഉറപ്പിച്ചു, മാർക്കറ്റ് താഴോട്ടാണ് എന്ന കാര്യം റിസ്കി ട്രേഡേഴ്സ് ഉറപ്പിച്ചു, അല്ലേ? അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് ഒന്ന് ചെറുതായിട്ട് ബൗൺസ് ചെയ്തില്ലേ. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. കാരണം തലേ ദിവസം പി ഹോൾഡ് ചെയ്യുന്നവർ രാവിലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തും. അത് ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വലുതാക്കി കാണിക്കാം ഞാൻ. ഓക്കെ, അപ്പം മാർക്കറ്റിന് തിരിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത്, അല്ല ഈ ലൈൻ ബ്രേക്ക് ചെയ്തില്ല. അപ്പം തന്നെ അവർക്കൊരു കൺഫർമേഷനായി മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഇവിടെ എവിടെയെങ്കിലും പി എടുത്ത് കാണും. കാരണം ഇവിടുന്ന് ഒരു റീടെസ്റ്റ് പോലാണ് അവർക്ക് കിട്ടിയത്, ഇല്ലേ? ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ പ്രൈസ് ആക്ഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ മർബോസു ക്യാൻഡിൽ വീണാൽ, ഇതൊരു മർബോസു, ഓൾമോസ്റ്റ് ഒരു മർബോസു, ചെറിയൊരു വീക്ക് മാത്രമേ, അല്ലേ? ഇത് നമുക്കൊരു മർബോസു കണക്കോടെ. ഇങ്ങനെ ഒരു മർബോസു ക്യാൻഡിൽ വീഴുവാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആകണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആണെന്ന് സംഭവിക്കണം, ഈ ക്യാൻഡിലിൻ്റെ 50% എങ്കിലും അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്താൽ മാത്രമേ എന്താകത്തുള്ളൂ? ഈ ഒരു ക്യാൻഡിൽ ഇൻവാലിഡ് ആകത്തുള്ളൂ. മനസ്സിലായോ? എൻ്റെ പ്രൈസ് ആക്ഷൻ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ,
അപ്പം അങ്ങനെ ഒരു സിനാരി ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു ബുള്ളിഷ് മർബോസും ആയാലും ബെയറിഷ് മർബോസും ആയാലും, ബുള്ളിഷ് മർബോസും ആണെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു ക്യാൻഡിൽ എന്ത് ചെയ്യണം, ഈ ക്യാൻഡിലിനെ ഇവിടുന്ന് നേരെ ഒരു 50% കൂടുതൽ വന്നിട്ട് എന്ത് ചെയ്യും, ബെയറിഷ് ക്യാൻഡിൽ ക്രോസ് ചെയ്യണം. ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിന് മുകളിലാണെങ്കിൽ ഇൻവാലിഡ് ആകത്തില്ല. ഇത് വാലിഡ് ആയിരിക്കും. ഇത് ഇവിടെ സംഭവിച്ചത് നോക്കിക്കേ, ഒരു ഫുൾ മർബോസ് ക്യാൻഡിൽ വീണു. ക്യാൻഡിലിന് ശേഷം അടുത്ത ക്യാൻഡിൽ ഒരിക്കലും ഇതിനെ ക്രോസ് ചെയ്ത് 50% കട്ട് ചെയ്ത് മോളിൽ പോയി ക്ലോസ് ചെയ്തില്ല എങ്കിലാണ് നമുക്ക് ഇതിനെ ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കാറുണ്ട്. അപ്പം അതിനർത്ഥം ഇതെന്താണ്, ഇത് വാലിഡാണ്. അപ്പം അത് ഡബിൾ കൺഫർമേഷനായി ഇല്ലേ. ഡബിൾ കൺഫർമേഷനായി നമുക്ക് റീടെസ്റ്റ് പോലെ കിട്ടി. നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു ഇല്ലേ. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലായിരിക്കും. നോക്കിക്കുക, സുന്ദരമായിട്ട് അവർക്കൊരു ട്രേഡ് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇനി ബിഗിനേഴ്സിന് നോക്കാം. ബിഗിനേഴ്സിൻ്റെ ഇവിടെ ട്രേഡ് ഉണ്ട്. ബിഗിനേഴ്സിന് വേണമെങ്കിൽ ട്രെൻഡ് ലൈൻ്റെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. നോക്കിക്കേ, മാർക്കറ്റ് ഇവിടുന്ന് ക്രോസ് ചെയ്ത് താഴെ വന്നു, ഇവിടുന്ന് റിജക്ഷൻ വന്നു. ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതാ നോക്കിക്കേ, ഈ ഗ്രീൻ ക്യാൻഡിൽ നല്ല സൂപ്പർ റിജക്ഷൻ അല്ലേ. റിജക്ഷൻ വന്നു, അതിനുശേഷം ഈ ട്രെൻഡ് ലൈന് മുകളിൽ ഒരു ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല ഇല്ലേ. പിന്നെ ഇവിടെ ഡോജി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് വന്നു. അതിനുശേഷം വീണ്ടും ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു. ഇത് ഒരു ഫുൾ കൺഫർമേഷനാണ് ഈ ക്യാൻഡിൽ ഇല്ലേ. അപ്പം അതിനുശേഷം നമുക്കൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ വെരി സിമ്പിൾ ചെറിയ സ്റ്റോപ്പ് ലോസ്. ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടി. അപ്പം 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ബിഗിനേഴ്സിന് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കായിരുന്നു, റിസ്കി ട്രേഡേഴ്സിന് ഇവിടെ ഉപയോഗിക്കായിരുന്നു. പിന്നെ അതിന് ശേഷമൊക്കെ ഇവിടെയൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ട്രേഡ്, പക്ഷേ ഇതൊക്കെ വെരി ഹൈ റിസ്കി ട്രേഡാണ്. ഇതൊന്ന് കിട്ടുമെന്നുള്ള കാര്യം അത് മാത്രമല്ല, ഇത് എക്സ്പയറി ഡേ ആണ്. നമുക്ക് പ്രീമിയം DK ഉണ്ടാകും, അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ നമ്മൾ ഇതിനൊക്കെ ട്രേഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പയറിയിൽ നമ്മൾ ട്രേഡ്. അപ്പോൾ നമുക്കിനി ട്രേഡിലോട്ട് വരാം. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഒരു നല്ല ഫോളിന് ശേഷം എന്താ സംഭവിച്ചത്, പിന്നെ ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോയി. അവസാനം നമ്മൾ വരച്ച 25.060 എന്ന് പറഞ്ഞ ആ ഏരിയയിൽ 62 ക്ലോസ് ചെയ്തേക്കുന്നത്. 62 ഓക്കെ, നമ്മൾ വരച്ച ആ ലൈനിൽ തന്നെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തു. ഇതാണ് സംഭവം. അപ്പം മാർക്കറ്റ് ഇനിയും നെക്സ്റ്റ് ഫർദർ സ്റ്റെപ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കിതിനെ ഡേ ക്യാൻഡിലോട്ട് വരാം. ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്, കണ്ടോ, എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്, ഒരു വെരി 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 ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നല്ല സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ്. അത് മാത്രമല്ല, വേറെ അടുത്ത പ്രത്യേകത എന്തുവാ ഈ ക്യാൻഡിലിൻ്റെ, എന്താ പ്രത്യേകത, ഇത് ഒരു എൻഗൾഫിംഗ് ആണ് അല്ലേ. എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഇല്ലേ. സ്ട്രോങ് ബെയറിഷ് കൂടാണ്, ഓൾമോസ്റ്റ് ഒരു മർബോസോ അല്ലെങ്കിൽ തന്നെ നല്ല സ്ട്രോങ് ബോഡിയാണ്, സ്ട്രോങ് സെല്ലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രീവിയസ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ക്യാൻഡിലിനെ ഇത് വിഴുങ്ങത്തക്ക രീതിയിലുള്ളൊരു ശക്തി ഇതിന് ഉണ്ടായിരുന്നു. ഇത് ഒരു നീർക്കോലിയും ഇതൊരു പെരുമ്പാമ്പും. അപ്പോൾ ഈ പെരുമ്പാമ്പ് ഈ നീർക്കോലിയെ വിഴുങ്ങി, അങ്ങനെ കണക്കാക്കിയാൽ മതി പഠിക്കാൻ മനസ്സിലാകാൻ. അപ്പോൾ ഇതിനെ മുഴുവനായി വിഴുങ്ങത്തക്ക വാലടക്കം വിഴുങ്ങത്തക്ക രീതിയിൽ ശക്തനായ ഒരു പോരാളി ഇവിടെ രൂപപ്പെട്ടു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, മാർക്കറ്റ് ഒരു സ്ട്രോങ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലോട്ട് കടന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് നോക്കിക്കേ, ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് മെനിഞ്ഞാന്നത്തെ അതേ സെയിം ക്ലോസിങ്ങിലാണ്. മെനിഞ്ഞാന്ന് എവിടെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് അതേ പോയിന്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി എന്താണ് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. അടുത്ത നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഇനിയിപ്പം നാളെ ഇപ്പോൾ 25.060 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം എന്താ, നാളെ 25,000 സൈക്കോളജിയാണ് ഇല്ലേ. 25K പൊട്ടി താഴെ പോയാൽ ഇതായിരിക്കും പ്രധാനപ്പെട്ട സംഭവം. ഇത് തട്ടി താഴെ, ഇത് ക്രോസ് ചെയ്ത് ഇതിന് താഴെ ക്ലോസിങ് വന്നാൽ, ഈ ലോയ്ക്ക് താഴെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പം തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. നമുക്ക് തിരിച്ച് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലോട്ട് തന്നെ വരാം. ഓക്കെ, വരയ്ക്കാനൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. അതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കാം. വരകൾ എൻ്റെ പഴയ വരകളൊന്നും
മായ്ക്കാതെ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ എന്താ പറയുന്നത് മനോധർമ്മ പ്രകാരം നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് ഇത് ഈ വര ഒന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു എപ്പോഴും ഒരു വര ഒരു പെർട്ടിക്കുലർ ലൈനല്ല, ഒരു റേഞ്ച് ആയിരിക്കും എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു റേഞ്ച് ബൗണ്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അത് കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഈ 25-60 സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറേ 3-4 ദിവസമായിട്ട് തലവര ആയിട്ട് നമുക്കിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ 25,005 ഓക്കെ, ഈ 25,000 സൈക്കോളജിയാണ്. അതൊരു സംഭവമൊന്നുമല്ല, പക്ഷേ 25,000 സൈക്കോളജിയാണ്. അപ്പം 25,000 ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് 24,920 ആണ്. 24,920 നമ്മൾ കാണും. അതിനുശേഷം ഇതാ ഇവിടെ പിന്നെ അതിനുശേഷം വീണ്ടും ഇവിടെ താഴെയുണ്ട് 24,850, പിന്നെ 24,800. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ലെവലുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെവലുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. മാർക്കറ്റ് ഈ നിലവിലത്തെ അവസ്ഥ പ്രകാരം അപ്പോൾ ഇന്നലെ ഞാനിട്ട ക്യാപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പലരും എന്നോട് ചോദിക്കണം, സാറേ എങ്ങനെ ഈ ക്യാപ്ഷൻ കിട്ടുന്നത്, ഈ പടവും കാര്യങ്ങളും ക്യാപ്ഷനും ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് ഒത്തുവരുന്നതെന്ന്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസത്തെ മാർക്കറ്റ് കഴിയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ ക്യാപ്ഷൻ ഇടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപക്ഷെ ഇങ്ങനെ ഞാൻ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴായിരിക്കും മനസ്സിൽ ഇതിനെപ്പറ്റി ഇനി എന്തായിരിക്കും ക്യാപ്ഷൻ, മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ എന്തായിരിക്കും ഒരു ക്യാപ്ഷൻ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് വരുമ്പോൾ മനസ്സിലിങ്ങനെ ഓടി വരുന്ന ചിന്തകളാണ്. ആ ചിന്തകളിൽ നിന്നാണ് ഈ ക്യാപ്ഷൻ ഉണ്ടത്. അപ്പം ഇന്നലെ അത്രയും വലിയ റാലി നടത്തപ്പോഴും എനിക്ക് ആ റാലിയിൽ വിശ്വാസമില്ല. ഞാനിതിപ്പോൾ കഴിഞ്ഞ 1.5 ആഴ്ച കൊണ്ട് ഞാൻ പറയുന്നു മാർക്കറ്റിൽ മോളോട്ട് എനിക്കൊരു വിശ്വാസമില്ല. മാർക്കറ്റ് എപ്പോഴും അപ്പോൾ എന്നെ കുറേ പേര് കളിയാക്കും, നിങ്ങൾക്ക് ഇങ്ങനെ പുട്ട് മാത്രമേ ഉള്ളൂ, മാർക്കറ്റ് ഇത്രയും ബുള്ളിഷായിട്ട് ഇങ്ങനെ മോളോട്ട് എന്താ പറയാത്തത്, പുട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് മേലോട്ട് പറയാൻ എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ പഠനത്തിനകത്ത് വേണ്ടേ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല മുകളിലോട്ട് മാർക്കറ്റ് പോകും. എന്തെങ്കിലും ഒരു കാരണം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇവൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യതകൾ വേണ്ടേ, എന്തെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിലവിലെ സാധ്യതകളെല്ലാം നെഗറ്റീവാണ്. ഓക്കെ, എല്ലാം നെഗറ്റീവാണ്, നമുക്കെതിരാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റ് അതിനോട് പ്രതികരിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു റാലി കിട്ടി. ആ റാലി കിട്ടിയത് എന്താണ്, HDFC ഒന്ന് സഹായിച്ചു, പിന്നെ ഇൻഫീഡ് റിസൾട്ട് വരുന്ന അതിനകത്തിൽ വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷോർട്ട് കവറിങ് റാലി പോലെ എല്ലാം നടന്നു. അതൊക്കെയാണ് അവസാന നിമിഷം ആദ്യം നടന്ന കാര്യം. ആയപ്പം പിന്നെ മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിലവിൽ വളരെ മോശം സിറ്റുവേഷനാണ്. കാരണം പല രാജ്യങ്ങൾക്കും താരിഫ് ജപ്പാന് 15 ആയി, ഇപ്പോൾ UK ആയിട്ട് ഇന്നുള്ളൊരു താരിഫുണ്ട്, അതിന് അവർക്ക് എത്ര കൊടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ പലർക്കും 18, 19, 15, 18, 19 ഒക്കെ അടിച്ചു കൊടുത്തു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഇതുവരെയായിട്ട് ഒരു തുറന്നൊരു കാര്യം മിണ്ടിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുമായിട്ട് എന്തോ ക്ലാഷ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാഷ് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ കാര്യം, റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കാൻ പാടില്ല എന്ന് ഒരു നിഷ്കർഷ അവർ വെച്ചിട്ടുണ്ട്. അമേരിക്ക വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും നിങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഡീസൽ വാങ്ങിക്കാൻ പാടില്ല, പിന്നെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാങ്ഷൻ വരും, പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിരോധനം വരുമെന്ന് ഒരു ഭീഷണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിന് എതിരായിട്ട് വരുന്ന സാധ്യതകൾ. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ US അവരുടെ ജനിതക മാറ്റം വരുത്തിയ ജെനറ്റിക്കലി മോഡിഫൈഡ്, അതാണ് GM ഉദ്ദേശിക്കുന്നത്, ജെനറ്റിക്കലി മോഡിഫൈഡ്, അതായത് ജനിതക മാറ്റം വരുത്തിയ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഒരു മാർക്കറ്റ് വേണം. അവർക്ക് അതിൻ്റെ നമ്മുടെ വിപണി അവർക്ക് തുറന്നു കൊടുക്കണം. അവരുടെ മെയിൻ ആവശ്യം അതാണ്. അത് ഇന്ത്യ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും. കാരണം നമ്മുടെ ഈ പറയുന്ന അംബാനിയും അദാനിയും ഒന്നും അല്ല, നമുക്ക് പാവപ്പെട്ട കുറേ കർഷകരുണ്ട് അല്ലേ. ആ പാവപ്പെട്ടവരുടെ കർഷകരുടെ വിളകളെ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനെ നശിപ്പിക്കുന്ന ഇടപാടാണ് ഇങ്ങനെ ഉള്ള സാധനങ്ങൾ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി കഴിഞ്ഞാൽ ഇവരെവിടെ കൊണ്ടിട്ട് വിൽക്കും ഈ സാധനം. ആൾക്കാരെല്ലാം ഇത് നല്ല സുന്ദരികളുമായ പച്ചക്കറികളുടെ പുറകെ പോകും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെയൊക്കെ ഇവിടെ നമുക്ക് വെയിറ്റില്ലേ, ഇവിടെ പച്ചക്കറി കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന വെജിറ്റബിളുണ്ട്, വില കൂടുതലാണ്. പക്ഷേ അവിടുന്ന് വരുന്ന പാവയ്ക്കായും അല്ലെ അതിൻ്റെ ആ സാധനങ്ങളുടെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് അത്ര ഇമ്പമായിരിക്കത്തില്ല.
ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാവും, കണ്ടിട്ടില്ലേ? നാട്ടിൽ വരുന്ന പാവയ്ക്കായും അല്ലേ അങ്ങനെയുള്ള വെള്ളരിക്കായും അല്ലെ അങ്ങനെയുള്ള വഴുതനങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ വളരെ ചെറുതാണ്, കാണാൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല. ഇതൊക്കെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇവിടുന്ന് ചൈനയിൽ നിന്നും US നിന്നും ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന ആപ്പിളും വഴുതനങ്ങായും അല്ല അത് വെളുത്തുള്ളി അതുപോലൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന വെളുത്തുള്ളി കണ്ടു കഴിഞ്ഞാൽ കാണാൻ എന്ത് ശോഭയെന്നറിയാം. ആ സൗന്ദര്യം കണ്ടു തന്നെ നമ്മൾ ഈ സാധനം മേടിക്കും. മനസ്സിലായി? ഗുണമൊന്നും ഇല്ലെങ്കിലും സൗന്ദര്യത്തിൻ്റെ പറയും നമ്മൾ പോകും. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ഇതിൻ്റെ പുറകെ പോകും. ഗുണവും ഒന്നും അവർ നോക്കുന്നില്ല, അവർ ഭംഗി മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം നല്ല തുടുതുടാന്നുള്ള ആപ്പിളും നല്ല ഒരു വഴുതനങ്ങ കൊണ്ട് കാര്യം നടക്കും. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് എടുക്കാൻ വലിയൊരു ഫ്രൂട്ടായിരിക്കും, ആ ഫ്രൂട്ട് കൊണ്ട് മൊത്തം കാര്യം നടക്കും. അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കൊണ്ട് മൊത്തം കാര്യങ്ങൾ നടക്കും. പലത് നമ്മൾ അരിയാൻ നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചാണെന്നാണ് ഇതൊക്കെ കണ്ട് ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകും. അവിടെ നമ്മുടെ പാവപ്പിടിച്ച കർഷകർ എന്ത് ചെയ്യും? വഴിയാധാരമാകും. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ അത് സമ്മതിക്കത്തില്ല. ആ ഒരു കാര്യത്തിലാണ് വലിയ ക്ലാഷ് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് റിലയൻസിൻ്റെ നമ്മുടെ റിസൾട്ട് മോശമായിരുന്നു എങ്കിൽ തന്നെ റിലയൻസിന് എതിരായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രശ്നം റിലയൻസിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം റിലയൻസ് ഡീസൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡീസൽ യൂറോപ്യൻ കൺട്രിയിലോട്ട് പല രാജ്യങ്ങളിലോട്ടും ഡീസൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാങ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ നിർത്തണം, ഇല്ലെങ്കിൽ പണി തരും എന്ന് പറയുമ്പോൾ ഇത് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റിലയൻസിനെയാണ്. ഇപ്പോൾ റിലയൻസിൻ്റെ ഡീസൽ എക്സ്പോർട്ടിനൊക്കെ ധാരാളം വളരെ മോശമായിട്ട് ഇത് ബാധിക്കും. അത് റിലയൻസിനെ മാത്രമല്ല നമ്മുടെ ഇന്ത്യയും അത് ശരിക്കും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ റിലയൻസ് മോശം പെർഫോമൻസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിയെയും ബാധിക്കും. പറഞ്ഞില്ലേ? അപ്പോൾ ഇത് ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എവിടെ കിടക്കുന്നു? വെജിറ്റബിൾസ് പറഞ്ഞ സാധനം എവിടെ കിടക്കുന്നു? നമ്മുടെ ഓയിൽ എവിടെ കിടക്കുന്നു? മനസ്സിലായി? അപ്പോൾ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഏത് വഴിയാണ് വന്നിരിക്കുന്നത്? ഇവർ തമ്മിൽ അമേരിക്ക പറഞ്ഞു എനിക്ക് സാധനം വെജിറ്റബിൾ ഇങ്ങോട്ട് ഇറക്കണം, ഉടനെ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ അവിടുന്ന് ഓയിൽ റഷ്യയുടെ നിന്ന് മേടിക്കുമെന്ന് പറഞ്ഞ് വേറൊരു വഴി കൂടെ വന്നു. അപ്പം അത് വേറൊരു വഴി. അപ്പോൾ അങ്ങനെ ഒരു സാങ്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് റിലയൻസിനെ ബാധിക്കും. അങ്ങനെ ബാധിക്കും? റിലയൻസിൻ്റെ ഡീസൽ എക്സ്പോർട്ടിനെ അത് ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ റിലയൻസിനെ ബാധിക്കുമ്പോൾ അത് എന്തിനെ ബാധിക്കും? നിഫ്റ്റിയെ ബാധിക്കും. മനസ്സിലായി? നിഫ്റ്റിയെ ബാധിക്കുമ്പോൾ അത് ആരെ ബാധിക്കും? നമ്മുടെ മൊത്തത്തിലുള്ള മാർക്കറ്റിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെറിയൊരു വെജിറ്റബിളിൻ്റെ കാര്യമാണെങ്കിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു പൊസിഷൻ എടുക്കുമ്പം വളരെയധികം ആലോചിച്ചും പഠിച്ചും ഇതിൻ്റെ പിന്നാമ്പറങ്ങളിലെ കഥകളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞങ്ങ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നാളെ ഉള്ള ലെവലുകളൊന്നും ഞാൻ വരയ്ക്കാനൊന്നുമില്ല, എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമുക്കെല്ലാം ഓൾറെഡി സെറ്റായി അല്ലേ? നമുക്കെല്ലാം ഇവിടെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ചാർട്ടിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തിടുക, ഏത് വഴി കൂടെ മാർക്കറ്റ് പോകുന്നു നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് ബാങ്ക് നിഫ്റ്റി വരാം. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ നിഫ്റ്റി കുറച്ചുകൂടെ പൊട്ടേണ്ടതാണ്, പക്ഷേ ബാങ്ക് നിഫ്റ്റിയാണ് പിടിച്ചു നിർത്തിയത്. കണ്ടോ? നിഫ്റ്റി 157 പോയിൻറ്റ് വീണിട്ടും ബാങ്ക് നിഫ്റ്റി 144 പോയിൻറ്റ് കൂടുതൽ. ഏകദേശത്തിൽ ഒരു 157 പോയിൻറ്റ് നിഫ്റ്റി വീഴുവാണെങ്കിൽ ഒരു 400 പോയിൻ്റൊക്കെ ബാങ്ക് നിഫ്റ്റി വീഴുന്നുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി പിടിച്ചു തീർന്നു. അതിൻ്റെ കാരണം അവസാന നമ്മളുടെ HDFCയും ഒക്കെ തിരിച്ച് കയറി. HDFC കണ്ടു കഴിഞ്ഞാൽ താഴോട്ടാണ് താഴെ വരെ വന്നെങ്കിലും നമ്മുടെ 2008 വരെയൊക്കെ വന്നെങ്കിലും അവസാന നിമിഷം അത് 2014 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം പക്ഷേങ്കിൽ ഒരു രാവിലെ ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. എന്നെങ്കിലും സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് പിന്നെയും കയറി ഒന്ന് സസ്റ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ICICIയും നല്ലപോലെ രാവിലെ നല്ല ഗ്യാപ്പ് അപ്പിലായിരുന്നു. അതിനുശേഷം തിരിച്ചൊന്ന് ആടിക്കളിച്ച് ലാസ്റ്റ് മൊമെൻറ്റിലൊരു വീഴ്ച വന്നെങ്കിലും ക്ലോസിങ് 1480 1483 ഓക്കെ ആയിരുന്നു, കുറച്ചുകൂടെ മേളിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കുറച്ച് ആദ്യത്തെ ഒരു വീഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് ഒന്ന് പിടിച്ച് നിന്നുകൊണ്ടാണ് നമ്മുടെ നിഫ്റ്റി അധികം താഴെ പോകാഞ്ഞത്. അതിനകത്തിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെർഫോം ചെയ്തത് കോട്ടക് ബാങ്കാണ്. കോട്ടക് ബാങ്കും നല്ലപോലെ രാവിലെ ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് താഴോട്ട് വന്നു ഇല്ലേ? എങ്കിലും കുറച്ച് പിടിച്ചു നിന്നു. ഈ പിടിച്ചു നിന്നതിൻ്റെ ഫലമായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് അത്രയൊന്നും താഴെ പോകാതെ നിന്നു. പക്ഷേ നാളെ ഇനി എന്ത് സംഭവിക്കുന്ന കാര്യം അറിയത്തില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ HDFC ICICI ആണ് നോക്കേണ്ടത്. ഇത് പൊട്ടിയാൽ HDFC ഈ പറഞ്ഞ 2008 പൊട്ടി 2000 പൊട്ടിക്കഴിഞ്ഞാൽ സംഗതിയുടെ കളികളെല്ലാം മാറും. ഓക്കെ, അതുകൊണ്ട് നിങ്ങളത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ICICI ആണെങ്കിലും ഈ പറയുന്ന സപ്പോർട്ട്
1471 പൊട്ടിക്കഴിഞ്ഞാൽ സംഗതിയുടെ കളികളെല്ലാം മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ICICIയും HDFCയും നിങ്ങൾ വളരെ കീനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് രാവിലെ ഒരു ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു ഫോൾ കിട്ടി. നിഫ്റ്റി ഫോൾ ചെയ്തതുപോലെ തന്നെ നല്ലൊരു ഫോൾ കിട്ടി. അതിനുശേഷം നിഫ്റ്റി എങ്ങനെയാണോ പോയത് അതേ രീതിയിൽ തന്നെ ഒരു കൺസോൾട്ടേഷൻ മൂഡിലാണ് പോയത്. കറക്റ്റ് നമ്മുടെ 13,077 സപ്പോർട്ട് എടുത്തു ഇല്ലേ, കണ്ടോ? സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോയി. അപ്പോൾ നാളെ ഇനി എന്താ ചെയ്യുന്നത്? ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് 13,000 കട്ട് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഫോൾ നമ്മൾ കാണും. അല്ല ആ 13,143 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലെവലുകൾ നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുക. ഇന്ന് മിഡ് ക്യാപ്പിലും ധാരാളം ആൾക്കാർ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഞാൻ ഇന്ന് ഒരാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ, സാർ എനിക്ക് വന്ന ലോസിൻ്റെ 25% ഞാനിന്ന് റിക്കവർ ചെയ്യുന്നത്. വളരെ സന്തോഷം തോന്നി. കാരണം അവർ ആ ഓപ്പർച്യൂണിറ്റി വളരെ വൃത്തിയായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾ എന്ത് ചെയ്യണം? കാണിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നമുക്ക് നാളെയും ട്രേഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ആശ്വസിക്കാറായോ എന്നുള്ള ക്യാപ്ഷന് മറുപടി ഇന്ന് കിട്ടി, ആശ്വസിക്കാറായില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ 25,000 ആയിരിക്കും വീണ്ടും മേജർ സപ്പോർട്ട്. ഇന്നത്തെ ക്യാപ്ഷൻ കണ്ടാൽ നിങ്ങൾ ചിരിക്കും. ഓടി തളർന്ന് അണ്ണൻ ഒന്ന് വലിഞ്ഞ് കയറാൻ നോക്കിയതാണ്, പക്ഷെങ്കിൽ ഒരു രക്ഷയുമില്ല. പുള്ളി സമ്മതിക്കില്ല. പുള്ളി വഴിയിൽ ഇങ്ങനെ തടസ്സമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയും സ്റ്റിയറിംഗ് ഇനി ആരേറ്റെടുക്കും എന്നുള്ളതാണ് ചോദ്യം. കരടി ഏറ്റെടുക്കുകയോ കാള ഏറ്റെടുക്കുകയോ എന്നുള്ളത് നാളത്തെ മാർക്കറ്റിൽ നമുക്ക് കറക്റ്റ് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യം. നാളെ അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.